നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നീലിമംഗലം പാലത്തിലാണ്. ഇവിടുത്തെ അപ്രോച്ച് റോഡും അതുപോലെ തന്നെ നീലിമംഗലം പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗർഡർ ഇപ്പോൾ വലിയൊരു അപകട കെണിയായി മാറുകയാണ്. ദിവസേന നിരവധി ആളുകളാണ് ഈ ഗർഡറിൽ വീണ് അപകടമുണ്ടാവുന്നത്. പലതവണയായി അപകടങ്ങൾ പെരുകിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. നമുക്കെന്തായാലും ആ കാഴ്ചകളൊന്ന് കാണാം. പ്രശ്ന ഏരിയയാണ്. ഇവിടെ ഒരു അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ ഹമ്പ് പൊങ്ങിയുന്നുണ്ട്, ഒരു മരണപ്പെട്ടിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ഇവിടെ മറിയുകയും ചെയ്തു. അതുമല്ല ഇവിടെ ഒരു സിഗ്നൽ പോലും ഇല്ല. ഈ നടപ്പാതയ്ക്ക് തന്നെ ഫുൾപാത്ത് ഇവിടെ ഒരു സിഗ്നൽ വരുന്ന വണ്ടിക്ക് അറിയത്തില്ല. അപ്പോൾ അതുപോലെ ആ ഒരു ചെറിയ കുഴിയാണ്ട് ഇവിടെ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴും ഒത്തിരി സ്പീഡിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഇവിടെ ഒരു സിഗ്നൽ വരുന്ന വണ്ടികൾക്കൊക്കെ കാണാനുള്ള, പിന്നെ കുഴിയൊക്കെ നികത്തി എപ്പോഴും തിരക്കുള്ള വഴിയല്ലേ. ഈ ഫുൾപാത്തിൻ്റെ ഒരു സിഗ്നലില്ലാതെ വരുന്ന വണ്ടി വരുന്ന തട്ടിയാണ് കയറി പോകുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുന്ന് ചെറിയ വളവാണ്. ഇത് രണ്ട് സൈഡിലും വരുന്ന വണ്ടി തട്ടുകയും മുട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഓട്ടോ ഡ്രൈവറാണ് എപ്പോഴും കാണുന്നത്, അവിടെ നമുക്കറിയാം. ഇവിടെ എപ്പോഴും തിരക്കുള്ള വഴിയായതുകൊണ്ട് ഇപ്പം പഴയപോലെ നമുക്കുള്ളത് അതൊരു വലിയ നേട്ടമാണ്. ഇപ്പോൾ തിരക്കായപ്പോൾ ആ വഴി തന്നെ കയറി വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ തിരക്ക് കൂടുമ്പോൾ പഴയ വഴി കൂടിയാണ് വണ്ടി എപ്പോഴും പോകുന്നുണ്ട്. പിന്നെ യാത്രക്കാരെ ഒത്തിരി പേരെ സഹായിക്കാൻ, ഒത്തിരി ആക്സിഡന്റ് നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെയാണ് കൂടുതൽ സഹായിക്കാനൊക്കെ ഉള്ളത്. വരുന്ന വണ്ടിയൊക്കെ ഇപ്പം ഈ ഫുൾപാത്തിൻ്റെ ഈ എഡ്ജിനൊക്കെ വന്ന് വണ്ടി കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഇവിടെ തട്ടി ഇവിടെ പരിക്കാതൊക്കെ ഇതിലെ കയറി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഒരു കാറ് ഇടിച്ച് കയറിപ്പോയതാണ്, മറിഞ്ഞില്ലെന്നുള്ളൂ.